ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ സമ്മറിൽ ടൊറൻറ്റോ ഐലൻഡിൽ പോയൊരു അനുഭവമാണ് കാണിക്കുന്നത്. ഈ സമ്മർ എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ. ഈ സ്പ്രിങ് ടൈമിൽ ചെറിയ ചെറിയ പൂക്കളും എല്ലാം വന്നിട്ട് അതിൽ ഇങ്ങനെ വണ്ടുകളും എല്ലാ ലിവിങ് ഓർഗൻസും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമ്മറിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫെറിയിലാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. ടൊറൻറ്റോ ഡൗൺ ടൗണിൽ നിന്ന് ഒരു $8 പോകാനുള്ളതേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഡൗൺ ടൗൺ കാണുമ്പോൾ തന്നെ എന്നാ രസമാണെന്നറിയാമോ. ഈ ഒരു ബിൽഡിങ്സും അതുപോലെ CN ടവറും ക്ലൗഡ്സും ബ്രൈറ്റ് സ്കൈ എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഐലൻഡിൻ്റെ ഒരു സെൻറ്റർ പാർട്ടിലേക്കാണ് ചെന്നത്. അവിടുന്ന് ബീച്ചസിലൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇവിടെ ബീച്ച് എന്ന് പറയുന്നത് നാട്ടിലെ ബീച്ച് പോലെയല്ല, ഇവിടെ ലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബീച്ചിനധികം വേവ്സ് ഒന്നുമില്ല. ഇതുപോലെയാണ് ബീച്ച് നാട്ടിലെ തന്നെയാണ്. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ബീച്ച്. പിന്നെ ഇവിടുത്തെ വെള്ളം കുറച്ചും കൂടെ വൃത്തിയുള്ളതാണ് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ ഗൂസുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന അവരുടെ ഷാഡോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അരയന്നങ്ങൾ ഒക്കെ ഇരിക്കുന്ന പോലെ തന്നെ. പിന്നെ അവിടെ ഇത് കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവറിൽ ഇങ്ങനെ ഒരു തേനീച്ചയോ വണ്ടോ എന്തോ വന്ന് തേൻ കുടിക്കുന്ന ഒരു വീഡിയോ ഞാൻ അന്ന് എടുത്തായിരുന്നു. ഇതൊക്കെ വളരെ ചെറിയ കാഴ്ചകളാണ്, പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. എനിക്കിവിടുത്തെ ജീവികളെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പ്രാവുകൾ ഇത് കണ്ടോ, നല്ല എന്ത് രസമാണ്. അതുപോലെ ചെറിയ ചെറിയ ജീവികളും പിന്നെ അണ്ണാനാണെങ്കിൽ ഇവിടെ കറുത്ത അണ്ണാനാണുള്ളത്. അപ്പം അതിനെയൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അതേപോലെ ബേർഡ്സൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വേറെ നിറത്തിലുള്ള കിളികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലൂ, അതുപോലെ റെഡ്, അതുപോലെ പല രീതിയിലുള്ള ബേർഡ്സും പിന്നെ സ്പൈഡേഴ്സും വണ്ടുകളും ഒക്കെ ഉണ്ട്. ഈ സമ്മർ ടൈമിലാണ് നമ്മളിവരെയൊക്കെ കാണുന്നത്. അപ്പം തിരിച്ച് ഞങ്ങളൊരു സന്ധ്യാസമയത്താണ് പോയത്. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ ഒരു ഫെസ്റ്റിവൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ജയൻറ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ടൊറൻറ്റോ ഐലൻഡ് നല്ലപോലെ എൻജോയ് ചെയ്തു. അതുപോലെ അവിടുത്തെ ഒരു ടവർ സംതിങ്, അതിൻ്റെ താഴെയാണിരുന്ന ആ ഒരു റെഡ് ഡോർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കണ്ടോ, ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഷാഡോ, അവരുമായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ചെറിയ ട്രിപ്പ്, 1 ഡേ ട്രിപ്പായിരുന്നു. ഇതുകൊണ്ട് എൻ്റെ സൺകിസ്ഡ് ഫോട്ടോസ്. ഇതാണ് ഞാൻ. അങ്ങനെ നല്ല സൺലൈറ്റും പിന്നെ ഇവർക്കുണ്ടല്ലോ കനേഡിയൻസിന്, അവർക്ക് പ്രൈവറ്റായിട്ട് അവിടെ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീക്കെൻഡ്സിൽ നല്ല പണക്കാരായിട്ടുള്ളവർ അവർ വീക്കെൻഡ്സിൽ വന്ന് അവരുടെ ബോട്ട് ഉപയോഗിച്ച് ഐലൻഡിൽ വരും. അവരവിടെ ചില്ല് ചെയ്തിട്ട് അങ്ങനെ ഒരു നല്ല ഒരു ഡേ ആയിരുന്നു ഐലൻഡ് കാണാൻ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സെക്കൻഡ് ടൈമാണ് ഞാൻ ഐലൻഡ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ കാനഡയിൽ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോയത്. കാറ് വലിയ മെമ്മറി പാർക്ക് ചെയ്തിട്ടാണ്.